സകലത്തിൻ്റെയും ഉടയവനും സകലത്തെയും പരിപാലിക്കുന്നവനും സംരക്ഷിക്കുന്നവനും വഴി നടത്തുന്നവനുമായ സർവശക്തനായ ദൈവമേ, ഈ പ്രഭാതത്തിനായിട്ട് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു. രാത്രി നല്ല ഉറക്കം തന്നു, അവിടുന്ന് താങ്ങി എഴുന്നേൽപ്പിച്ച് ആരോഗ്യത്തോടെ ബലത്തോടെ സൗഖ്യത്തോടെ ഞങ്ങളുടെ സന്നിധിയിൽ ഇരിപ്പാൻ അവിടുന്ന് തന്ന ഭാഗ്യത്തിനായ സ്തോത്രം. ഞങ്ങളുടെ ജീവിതത്തിലെ പ്രയാസങ്ങളുടെ നടുവിൽ, വേദനകളുടെ നടുവിൽ, ദുഃഖങ്ങളുടെ നടുവിൽ അവൻ നമ്മെ ജീവനോടെ കാക്കുന്നു. നമ്മുടെ കാലടികൾ വഴുതുവാൻ അവൻ സമ്മതിക്കുകയില്ല എന്ന് ഈ പ്രഭാതത്തിൽ തന്ന വലിയ വചനത്തിനായി, ശക്തിക്കായി, വലിയ ദൂതിനായി ഞങ്ങളങ്ങേ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ ജീവപര്യന്തം കാക്കും. കാലടികൾ വഴുതുവാൻ ഇടയാകില്ല, ഒരിക്കലും വീഴാൻ ഇടയാക്കുകയില്ല. ജീവിതത്തിൽ പ്രയാസങ്ങളുണ്ടാകും, വേദനകളുണ്ടാകും, ദുഃഖങ്ങളുണ്ടാകും. എന്നാൽ അതിൻ്റെ നടുവിൽ വീഴാതെ താങ്ങി നിലനിർത്തുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ കരുണകൾക്കായ സ്തോത്രം. ഞങ്ങളുടെ യാത്രയിൽ കൂടിയിരിക്കണം. ഞങ്ങളുടെ ജോലി കാര്യങ്ങളിൽ അവിടുത്തെ സാന്നിധ്യം നൽകണം. ഞങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്നവരെ അനുഗ്രഹിക്കണം. സ്വർഗീയ നന്മകൾ ഞങ്ങൾ ഒരുമിച്ച് അനുഭവിപ്പാൻ അവിടുന്ന് ഇടയാക്കണം. പ്രത്യേകിച്ച് പരീക്ഷയ്ക്കായി ഒരുങ്ങുന്ന എല്ലാ കുഞ്ഞുങ്ങളെ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. എൻ്റെ മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഒരു വർഷക്കാലം പഠിച്ചത് ഭംഗിയായി എഴുതി ഉന്നതമായ വിജയം കരസ്ഥമാക്കുവാൻ, അങ്ങേ മഹത്വപ്പെടുത്തുവാൻ എല്ലാവരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ദൈവമേ, പ്രത്യേകിച്ച് ജോലിയിൽ ഭാരപ്പെടുന്ന എല്ലാ മക്കളെ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ജോലി ചെയ്തിട്ട് ശമ്പളമില്ലാതെ ഭാരപ്പെടുന്നവരുണ്ട്, തുടർന്ന് പോകുവാൻ കഴിയാത്ത സാഹചര്യങ്ങളുണ്ട്, അവരെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. എൻ്റെ കുഞ്ഞുങ്ങളോട് കൂടിയിരുന്ന് സഹായിക്കണം. സർവശക്തനായ ദൈവമേ, എൻ്റെ മക്കളുടെ എല്ലാ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കും. ഓരോരുത്തരുടെ ആവശ്യങ്ങൾ വ്യത്യസ്തമാണ്. അതിൻ്റെ മേൽ സ്വർഗം ഇറങ്ങി വന്ന് കരുണ കാണിച്ച് അനുഗ്രഹിച്ച് നടത്തണം. പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ തന്നെ ആമീൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.